ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ലാസ്റ്റ് വഴക്കിയിട്ടിട്ടിരിക്കുന്ന ഇരുത്താണ് ഗൈസ് ഇത്. എൻ്റെ കയ്യിലിരിപ്പുണ്ടെങ്കിലാണ്, വേറെ ഒന്നുമില്ല. ഞാനൊന്നും ലൈറ്റ്സ് ഒന്ന് കുത്താൻ വേണ്ടി നോക്കട്ടെ, കുത്താൻ പറ്റുന്നില്ല. അതപ്പം തന്നെ വിട്ടാൽ മതി. ഞാൻ എൻ്റെ എല്ലാ ശക്തി ഉപയോഗിച്ച് ആ പ്ലഗ് കുത്തി. ആ പ്ലഗിൽ നിന്ന് പിന്നെ അതെനിക്ക് ഊരാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഊരിപ്പോഴേക്കേനും ആ പ്ലഗ് മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു വന്നു. ലാസ്റ്റ് ഷോക്ക് അടിക്കാത്തത് എന്തോ ദൈവകാരുണ്യം. അതൊക്കെ കണ്ടുവന്ന ഏട്ടൻ പിന്നെ എന്നെ വഴക്ക് പറഞ്ഞില്ലെങ്കിലല്ലേ അതിശയുള്ളൂ. ലാസ്റ്റ് ഒരു എഞ്ചിനീയർ ആയതുകൊണ്ടാണ് തോന്നുന്നു ഏട്ടൻ അതൊക്കെ അങ്ങ് സെറ്റ് ചെയ്തെന്നു. ലൈറ്റ്സൊക്കെ വെച്ച് ഞാൻ എൻ്റെ ആസ് യൂഷ്വൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ യാത്ര വളരെ പ്രിയപ്പെട്ടതാണ്. പ്രത്യേകതയിലൊരു യാത്രയാണ്. നന്ദഗോവിന്ദം ഭജന കാണാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാട്ടോ ഇത്. അപ്പം നമ്മൾ സുന്ദരിയായിട്ടാണല്ലോ പോവാൻ. നമ്മൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണല്ലോ ഇന്ന് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ മാക്സിമം ഒരുങ്ങിയിട്ടാണ് അതിന് പോകാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, ആസ്യൂഷ്വൽ നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഫൗണ്ടേഷനും പിന്നെ ഇതാ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്ക് ഇട്ട് മസ്കാരൊക്കെ ഇട്ട് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളൊരുക്കങ്ങ് കഴിയും. ഇതിലേതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി, ഞാനത് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. അയ്യോ ഇല്ല, ഒരു സാധനം കൂടി, പൊട്ട്. നമ്മളീ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ചുരിദാറൊക്കെ ഇട്ട് പോകുമ്പം ഒരു പൊട്ട് വെച്ചാലല്ലേ കംപ്ലീറ്റ് ആവുള്ളൂ. എന്നാലല്ലേ ഒരു ഐശ്വര്യമൊക്കെ അല്ലേ. ഇപ്പം എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? ഇപ്പം നോക്കി സുന്ദരിയായില്ലേ പൊട്ടൊക്കെ വെച്ചപ്പോൾ. എൻ്റെ കുഞ്ഞി കണ്ണാണേ. ആ കുഞ്ഞി കണ്ണായതുകൊണ്ട് തന്നെ ഞാൻ കണ്ണ് എഴുതി കഴിഞ്ഞാൽ മസ്കാര ഇടും. മസ്കാര ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ കണ്ണിന് കുറച്ചെങ്കിലും ഒരു വലിപ്പമൊക്കെ തോന്നുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ മസ്കാരയൊക്കെ ഇട്ട്, വാട്ടർ പ്രൂഫ് മസ്കാരയാണ്, അതുകൊണ്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലാഷസൊക്കെ നല്ല വിടർന്നിരിക്കും. ഭയങ്കര രസമാണിത്. പിന്നെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കമ്മൽ തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഒരുക്കങ്ങളൊക്കെ അങ്ങ് ഏകദേശം കഴിഞ്ഞിട്ടോ. കമ്മലും ഇട്ടു, മേക്കപ്പും സെറ്റ് ചെയ്താ, വളയും ഇട്ടു. ഒക്കെ ഒരു ട്രഡീഷണൽ ടൈപ്പിലാണ് കേട്ടോ ഞാൻ മേക്കപ്പ് ആയാലും ബാംഗിൾസൊക്കെ കമ്മലൊക്കെ സെലക്ട് ചെയ്തത് അങ്ങനെയാണ്. കാരണം നമ്മൾ അമ്പലത്തിൽ ഭജന കാണാൻ പോവാണല്ലോ. അപ്പോൾ പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു ട്രഡീഷണൽ മേക്ക് ഓവർ അല്ലേ നല്ലത്. പിന്നെ ഏത് മേക്ക് ഓവർ ആണെങ്കിലും പെർഫ്യൂം നമുക്ക് പിന്നെ മസ്റ്റാണല്ലോ. പെർഫ്യൂം അടിക്കാതെ നമ്മൾ പിന്നെ വീട്ടിന് പുറത്തിറങ്ങത്തില്ല. പിന്നെ ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് കണ്ണാടിന് മുന്നിൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് കുറച്ച് ചിരിയൊക്കെ ചിരിച്ച് കഴിഞ്ഞാലേ അങ്ങ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണേ. ഞങ്ങൾ മീൻസ് ഞാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. ഉണ്ണിയേട്ടനും മോളും വരുന്നില്ല. ഉണ്ണിയേട്ടൻ മോളെയും കൊണ്ടിന്ന് ജിംനാസ്റ്റിക്കിന് പോകുന്നുണ്ട്. മൂക്കിന് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഉണ്ണിയേട്ടനാണ് ഇന്ന് കൊണ്ടുവരുന്നത്. ഞാൻ റെഡിയായെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും അവൾ മുടി കെട്ടി കൊടുക്കാൻ വേണ്ടി വന്നേ. അവൾ ഒറ്റയ്ക്ക് തന്നെ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പിന്നെ യാനക്കുട്ടീൻ്റെ ഹെയറൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു. പിന്നെ വീട്ടിനടുത്ത് തന്നെ വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഏട്ടനങ്ങ് കൊണ്ടുവിട്ടോളും. ഒരു 1 hour ക്ലാസ്സേ ഉള്ളൂ. അവളെ കൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകുന്നതും അവിടെ നിന്ന് ആക്ടിവിറ്റി ഫ്രണ്ട്സിനോട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഫണ്ണാണ്. അവൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ്. ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ. അങ്ങനെ യാനക്കുട്ടീൻ്റെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു, റെഡിയാക്കി. എൻ്റെ ഈ ലുക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം മറക്കരുത് കേട്ടോ. നന്ദഗോവിന്ദം ഭജൻസിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടതുകൊണ്ട് ഞാൻ ഈ ഇതിൽ ആ വീഡിയോസൊന്നും ആഡ് ചെയ്തില്ല. ഭജൻസൊക്കെ കഴിഞ്ഞ് ഹോട്ടൽ സോറിയിലേക്കാട്ടെ കഴിക്കുമ്പോൾ എൻ്റെ മക്കളെ ഇതുവരെ പോയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് അടിപൊളി ഫുഡാന്ന് പറഞ്ഞിട്ടാണ് എന്നോട് കൊണ്ടുപോയി. ഒരു 10-20 മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടുത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ അത്രയും തിരക്കാണ്. രാത്രി 11 ഞങ്ങൾ ആലോചിക്കണം 11:30 അവിടെയുള്ള തിരക്ക് പിന്നെ നമ്മൾ ഊഹിക്കാണ് അവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റി ടേസ്റ്റും ഒക്കെ എങ്ങനെയായിരിക്കും. അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടുത്തെ അപ്പവും ബീഫ് കറിയും കഴിക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അവിടുന്ന് വേറെയാണ് കേട്ടോ
ഓർഡർ ചെയ്തത്. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചായ കുടിക്കാൻ വേണ്ടി പുറത്തുള്ള സ്റ്റോളുണ്ട്. ചായ കുടിച്ച് അവിടെ തന്നെയാണ്. അവിടെ നിന്ന് 2-3 ചായ പറഞ്ഞു. ഈ ചായ പറഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് സീറ്റ് എൻ്റെ മക്കളെ തിരക്കുണ്ട്. എന്താ പറയുക, ഈ പുള്ളി കൊള്ളാം, ഭയങ്കര ഫണ്ണായിരുന്നു. എനിക്കും മലയാളിയല്ല, പുള്ളിയുടെ സംസാരമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പുള്ളിയുടെ സംസാരം, ഓരോ ഫുഡിൻ്റെ കാര്യങ്ങൾ പുള്ളി ഞങ്ങളെ കൊണ്ട് മാക്സിമം പറ്റൂര് എടുപ്പിക്കാൻ നോക്കി. പക്ഷെ ഞങ്ങളെടുത്തില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് തേങ്ങ പത്തിരി മണിയിലൊക്കെ പറഞ്ഞാൽ അത് തന്നെ ഓർഡർ ചെയ്തു. നല്ല ചൂടാണ്. ഫ്രണ്ട്സ് പറഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു. ചൂടായിട്ട് അടിപൊളി ഫുഡ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ പിന്നെ അവരവരുടെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.